മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. രാവിലെ ഡൽഹിയിൽ കേരള ഹൗസിൽ ആണ് കൂടിക്കാഴ്ചയിൽ ഗവർണറും പങ്കെടുത്തേക്കും. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സംസ്ഥാനം ആവശ്യപ്പെട്ട കേന്ദ്ര സഹായം, വിഴിഞ്ഞം പദ്ധതി തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ചയാകും. ആശാവർക്കർമാരുടെ സമരം 31ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആശമാരുടെ ഇൻസെന്റീവിലെ ധനസഹായം വർദ്ധിപ്പിക്കുമെന്ന കേന്ദ്ര പ്രഖ്യാപനം ഉണ്ടായത് കഴിഞ്ഞ ദിവസം ആണ്. പ്രഖ്യാപനത്തിൽ വ്യക്തതയില്ല എന്നാണ് സമരസമിതി പറയുന്നത്. അതുണ്ടാകാത്ത പക്ഷം 17-ലെ സെക്രട്ടേറിയറ്റ് ഉപരോധവുമായി മുന്നോട്ട് പോകുമെന്നും സമരസമിതി അറിയിച്ചു. CPIഎമ്മിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇന്നാണ് ചേരുന്നത്. പരസ്യപ്രതികരണത്തിൽ എ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടായേക്കും. നിർണായക യോഗത്തിൽ പത്മകുമാറും പങ്കെടുക്കും. പരസ്യപ്രതികരണത്തിൽ കടുത്ത നടപടികൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് സൂചന. ഗുരു ഗാന്ധിജി ചരിത്ര സംഗമം ആണ്. ശതാബ്ദി ആഘോഷം ഇന്ന് ശിവഗിരിയിൽ ആണ് നടക്കുക. രാവിലെ സന്യാസിമാരും ഭക്തജനങ്ങളും പങ്കെടുക്കുന്ന സമൂഹ പ്രാർത്ഥനയോടെയാണ് ചടങ്ങിന് തുടക്കമാവുക. ഗുരുദേവ ഗാന്ധിജി സമാഗമം നടന്ന വനജാക്ഷി മന്ദിരം ശതാബ്ദി സ്മാരക മ്യൂസിയമായി സമർപ്പിക്കും. മഹാത്മാഗാന്ധിയുടെ പ്രപൗത്രൻ തുഷാർ ഗാന്ധിയാണ് ചടങ്ങ് നിർവഹിക്കുക. ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് തലസ്ഥാന നഗരത്തിൽ മദ്യത്തിന് നിയന്ത്രണമുണ്ട്. ഇന്ന് വൈകിട്ട് 6 മുതൽ നാളെ വൈകിട്ട് 6 മണി വരെയാണ് ഡ്രൈ ഡേ. പരിശോധനകൾ പോലീസ് കർശനമാക്കിയിട്ടുണ്ട്. നാളെയാണ് ആറ്റുകാൽ പൊങ്കാല. ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ മകം തൊഴൽ ഇന്നാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9:30 വരെയാണ് ദർശന സമയം. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 800-ലധികം പോലീസുകാരെ ഇത്തവണ നിയോഗിച്ചിട്ടുണ്ട്. KSUവിന്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ജാഥ തുടരുകയാണ്. ലഹരി മാഫിയയ്ക്കെതിരെ വിദ്യാർത്ഥി മുന്നേറ്റം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ക്യാമ്പസുകളിലൂടെയുള്ള ജാഥ. കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര മാർച്ച് 19-ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസിൽ സമാപിക്കും.